വലിയ റിസ്ക് ഉള്ള കാര്യമല്ല, വേദനയും കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ച റെഡി ആയിട്ടുള്ളത് ശേഷമാകെ ക്ലിനിക്കാണ്. ഇപ്പൊ ഞങ്ങൾ എന്നുള്ളത് കോഴിക്കോടാണ്, ക്യൂട്ടീസിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ 7 മാസത്തോളം. അപ്പോൾ ഒരു GFC ചെയ്യാൻ വേണ്ടി വന്നാണ്. നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന്റെ ആകെ ടെൻഷൻ ഈ മുടി കൊഴിച്ചില് നല്ലൊരു ഹെയർ സ്റ്റൈല് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടും കൂടി പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പൊ അങ്ങനെ GFC ചെയ്ത് കഴിഞ്ഞിട്ടോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓൾക്ക് ചെയ്യാനും സുഖമാണ്. ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. കാരണം ഒരു തലമുറ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പേടിയുള്ള ഒരു കാര്യം കൂടിയാണ്. നമുക്ക് വേദന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വേദന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരാഴ്ച നമ്മളെന്തായാലും ഇത് നല്ലോണം നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ക്ലീൻ ആക്കും. അതിനുശേഷം നമുക്ക് കുളിച്ച് തുടങ്ങാം. ഇത് ബാക്കിലത്തെ മുടി എടുത്തിട്ട് ബാക്കിൽ നിന്ന് നമുക്ക് ഉള്ള മുടി എടുത്തിട്ട് ഫ്രണ്ടിക്ക് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ വേറെ ആരും മുടിയല്ല, നമ്മളെ മുടി തന്നെയാണ്. ആദ്യം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. സംഭവം ഇങ്ങനെ പറയാൻ കാരണം ഇവനിത് ചെയ്യണം അന്ന് ഞങ്ങൾ രണ്ടാളും വന്നിട്ടില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് കാണുന്നത്. ഓല് അറിയണല്ലോ സംഭവം എന്താന്ന്. കാരണം വേറെ ആൾക്കും ഇത് പ്രചോദനമാകണല്ലോ. അപ്പൊ എന്തായാലും നിങ്ങള് QTCയിലൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. നല്ല പക്ക റിസൾട്ട് ആണ്. ഞങ്ങൾ സാധാരണ പ്രൊമോഷൻ ചെയ്യണ പോലത്തെ ഒരു സംഭവം അല്ലത്. ഇത് ഇവനെ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ്. നല്ല അടിപൊളി സർവീസ് ആണ്. താടിക്ക് മൊത്തമായിട്ട് വെക്കണമെങ്കിൽ, മീശ വന്നിട്ടില്ലെങ്കിൽ മീശ വെക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഉണ്ട്, എറണാകുളത്ത് ഉണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഉണ്ട്. ഒരു ഇതില് സിനിമ നടന്മാരൊക്കെ ഇവിടുന്ന് ഒരു ഇതും അധികം ആൾക്കാരും ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദുബായിലുണ്ട്, ഒമാനിലുണ്ട്, ഷാർജയിലുണ്ട്. ഹെയറിന്റെ മാത്രമായിട്ടല്ല കേട്ടോ, സ്കിന്നിന്റെ ട്രീറ്റ്മെന്റും ഉണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ മാറ്റം വരും. കാരണം പുറത്തുനിന്നൊരു ഇത് കാണുന്ന മാരില്ല. നമ്മള് ഡയറക്റ്റ് പോലോട് സമീപിക്കുമ്പോഴുള്ള മാറ്റം വേറെയാണ്. കാരണം ഓരോ നമ്മളോടുള്ള ഒരു സമീപനം ഒരു വേറെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് കൂടെ ചെയ്യാം.